ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഇവിടെയൊക്കെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, ഏറ്റവും അടിയിൽ മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും, ഏൺ മണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കൊക്കെ എത്താം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾ യൂസേഴ്സ്, ന്യൂ യൂസേഴ്സ്, പ്രൈം, ബോണസ്, ഡെയിലി എന്നുള്ളൊരു 5 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ന്യൂ യൂസേഴ്സ്, അതായത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കുറേ ഓപ്ഷൻസ്. റീഡ് 10 ആർട്ടിക്കിൾസ് ഡെയിലി, അതായത് ദിവസം നമ്മളൊരു 10 ആർട്ടിക്കിൾസ് റീഡ് ചെയ്താൽ നിങ്ങൾക്കൊരു 10,000 കോയിൻസ് എക്സ്ട്രാ കിട്ടും. ആർട്ടിക്കിൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ കിട്ടും. അതുകൂടാതെ 10 ആർട്ടിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ വേറെ എക്സ്ട്രാ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് പേജിലോട്ട് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ഇവിടെയാണ് നമ്മൾ ഈ ആർട്ടിക്കിൾസ് റീഡ് ചെയ്തിട്ട് ക്യാഷ് ഇൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആർട്ടിക്കിൾ എടുത്തു. ഇവിടെ അടിയിലോട്ട് ആ ആർട്ടിക്കിൾ ഞാൻ ആദ്യമേ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. നമ്മൾ വേറെ ആർട്ടിക്കിൾ അതേപോലെ എടുത്തു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു നീല ഒരു വര നമുക്കിവിടെ സർക്കിളായിട്ട് കംപ്ലീറ്റ് ആവണമെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ വായിക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തന്നെ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസീവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എമൗണ്ട് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വാലറ്റിലോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ വാലറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും, പ്രൈം എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ക്യാഷ് ഇൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ടീം പതി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫസ്റ്റത്തെ. അപ്പോൾ അവർ ഇൻസ്റ്റാൾ മൊത്തം 700 കോയിൻസോളം ഇവർ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് 200 കോയിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടും. പിന്നെ ഒരു എക്സ്ട്രാ 500 കോയിൻസ് നമ്മൾ അതിലൊരു ഗെയിം കംപ്ലീറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഇവിടെ ഡെയിലി ചെക്കിങ് ചെയ്യുകയാണെങ്കിൽ 14,000 കോയിൻസ് വേറെ എക്സ്ട്രാ കിട്ടും. ഞാനിവിടെ ഓൾറെഡി ചെക്കിങ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് ചെക്കിങ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ 24 hours കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബോണസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിലും അതും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഇൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെയിലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും റീഡ് 1 പുഷ് ആർട്ടിക്കിൾസ്. ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് 1000 കോയിൻസ് എക്സ്ട്രാ കിട്ടും. അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഇൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ 20,000 കോയിൻസ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്യാഷ് ഇൻ ചെയ്യാം. ഇപ്പോൾ ന്യൂ യൂസേഴ്സിൽ ഇപ്പോൾ ഓരോ ഓപ്ഷനും കൂടി ഉണ്ടാവും. ഇപ്പോൾ അത് എൻ്റെ നിന്ന് പോയി, അത് ഞാൻ ഓൾറെഡി ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട്. അതായത് റെഫറൽ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 27,000 കോയിനോളം നമുക്കിതിൽ ബോണസായിട്ട് കിട്ടുന്നുണ്ട്. 20 27 കിട്ടുന്നുണ്ട്. അപ്പോൾ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. അത് നിങ്ങൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20,000 കോയിന് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇൻവൈറ്റ് ടു വിൻ 20,000 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ പല രീതിയിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുത്താലും മതി. ഇപ്പോൾ മൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരും ഏറ്റവും ലാസ്റ്റ്. ഇവിടെയാണ് നമ്മൾ വിഡ്രോ സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഓൺലൈനിൽ കൂടെ കാണാൻ പറ്റും ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒരു ഐക്കോൺ. അത് നമുക്ക് ആഡ്സ് കണ്ടിട്ട് ഏൺ ചെയ്യാനായിട്ടാണ്. ആഡ്സ് കണ്ടുകൊണ്ട് നമുക്ക് ഇതിൽ എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും KYC സർട്ടിഫിക്കേഷൻ, അതായത് അൺവെരിഫൈഡ്. അത് KYC എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഇൻ എടുക്കാനായി പറ്റും. അപ്പോൾ നമ്മൾ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ വിഡ്രോ സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 70 കോയിൻ ആയാലേ നമുക്കിതിൽ വിഡ്രോ അടിക്കാനായിട്ട് മിനിമം പറ്റുള്ളൂ. അതുപോലെ തന്നെ UPIൻ്റെ പേടിഎമ്മിൻ്റെ ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് ഇതിൽ വിഡ്രോ അടിക്കാം. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എമൗണ്ട് അടിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 12 രൂപ ആയിട്ടുള്ളൂ. നമുക്ക് 70 രൂപ വേണം വിഡ്രോ ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്
ആസ് എ ഫാസ്റ്റ് 24 hours, അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അവർ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം.